ഹായ് ഫ്രണ്ട്സ്, എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് ലംബൂച്ചേന്ന് നേരെ ഗൊരഷേപ്പിലേക്ക് പോവുകയാണ്. എൻ്റെ റൂമിലുള്ള മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട്, അവരെല്ലാം പോയി. ഇന്ന് കാലാവസ്ഥ അത്ര റെഡിയല്ല, അപ്പോൾ ഫുള്ള് ക്ലൗഡി എന്ന് പറഞ്ഞ്. ഇന്നലെ സംഭവം എന്താണെന്ന് വെച്ചാൽ തലവേദനയായിട്ടൊരു രക്ഷയില്ല. ഞാനിട്ട് എന്താണെന്ന് വെച്ചാൽ തലവേദനയാണെന്ന് ഞാൻ ഗാർലിക് സൂപ്പുണ്ട്, അത് കുടിച്ച്. അതിന് 600 രൂപയാണേ. അത് കുടിച്ചപ്പോൾ ലേശം സമാധാനമുണ്ട്. രാത്രി ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല വിചാരിച്ചാൽ, ഉച്ചയ്ക്ക് നല്ലോണം ഭക്ഷണം കഴിച്ചു. അപ്പോൾ അത് കുടിച്ചപ്പോൾ സമാധാനമായേ, കുറച്ച് സമാധാനമുണ്ട്. രാത്രി ഞാൻ എന്ത് ചെയ്തു, ചൂടുവെള്ളത്തിന് ബദൽ ഗാർലിക് സൂപ്പ് ഒന്നുകൂടി വാങ്ങി അതിൽ വെക്കാൻ വിചാരിച്ചു. രാത്രി പിന്നെ ഞാൻ ഗാർലിക് സൂപ്പ് കുടിച്ച് പിന്നെ എനിക്ക് എന്തെങ്കിലും ഛർദ്ദിക്കാനൊക്കെ ആകും, തല കറങ്ങിയിട്ട്. भैया गोरशेप कौन सा है? दिस वे? ओह, आप उधर नहीं जाने का इधर दिगमुती से आप तुगला पहुंच जाओगे. आपका घर नहीं है क्या सर? हाँ, नहीं घर नहीं है, अगला വഴി തെറ്റിപ്പോയി. അങ്ങോട്ടാണല്ലേ വേണ്ടി, ഞാൻ നേരെ ഇങ്ങോട്ടാണ് വന്നത്. കുറച്ച് ടീം കൊണ്ട് പോകുന്നു, വേറെ പോവാം. അങ്ങനെ പിന്നെ എനിക്കിത് ഗാർലിക് സൂപ്പ് കുടിക്കാനല്ല, എനിക്ക് ഛർദ്ദിക്കാൻ പറയുന്നോട്ട്. അങ്ങനെ ചൂടുവെള്ളത്തിന് ഞാൻ പിന്നെ അവിടെ പോയി റിസപ്ഷനിൽ അവിടെ പോയി വെക്കുന്നോ, അതെല്ലാം ക്ലോസ് ചെയ്തിരിക്കും. പിന്നെ രക്ഷയില്ല. അമ്മ എങ്ങനെയല്ലോ ഞാൻ ഒപ്പിച്ച. ഇന്നലെ മണിക്ക് നല്ല തീരെ ഉറങ്ങിയില്ല. അമ്മ ഒന്നും പറയണ്ട, ആൾക്കാർ തമ്മിൽ കാണുന്നില്ല. ഇത്രയും ലോഡും കൊണ്ട് പോകുന്നുണ്ട്. ഇതാണ് ലംബൂച്ചെ. ഇന്നലെ രാത്രിയായി നമ്മളവിടെ വരുമ്പോൾ. അപ്പോൾ ഓരോരുത്തർ ഇറങ്ങുന്നേ ഉള്ളൂ. ഒന്നും പേടിക്കാനില്ല, വിലപ്പുറം പോലെ ഒന്നും കാണുന്നില്ല. ഒരു 100 മീറ്റർ തൊട്ടപ്പുറമുള്ള ആളുകളെ കാണില്ല നമ്മൾ. ചെറിയ പ്രശ്നമുണ്ട്, ചെറുങ്ങനെ ടയർഡായി. ഇവിടെ ഷെയർപ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ അവന്മാരങ്ങനെ വെള്ളം കുടിക്കാൻ ഇതുവരെ കണ്ടിക്കില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് AMS നല്ലോണം അടിക്കാൻ സാധ്യതയുണ്ട്. അതാണ് അവരിങ്ങനെ കുടിക്കുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ച് ഒരു കുടിക്കുന്നതനുസരിച്ച് ഞാൻ കുടിക്കും. ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ എല്ലാം കയറി കുറച്ച് ആളുകൾ നിൽക്കുന്നില്ല അവിടെ. അവിടെ നിന്ന് ഇറങ്ങി അതൊരു കുത്താനുള്ള കയറ്റാട്ടോ, നല്ല റിസ്ക്. അതിലോടി വന്ന് ഇതിലോടി വന്ന് നമ്മളിവിടെ എത്തി. അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ഇത് മഞ്ഞുമലയുടെ ഘോഷയാത്ര തന്നെ കേട്ടോ. ഒന്നുകൂടെ ഉണ്ട്. ഇതൊക്കെ ഈ മേഘത്തിൽ മൂടിപ്പോയ ഒന്നുകൂടെ ഉണ്ട്. ഇത് ഈ പീക്കിൻ്റെ പേരാണ് പുമാരി. ഉണ്ട് ഈ സൈഡിൽ കൂടെ വന്നാൽ ഇവിടെ ഉണ്ട്, ഇതിവിടെ ഉണ്ട്. ഇതിൻ്റെ പേരാണ് വിട്ട് ഈ സൈഡിൽ കൂടെ ചുറ്റിലുണ്ട് കേട്ടോ, അവിടെയൊക്കെ ഉണ്ട്. ഇത് ഫ്രണ്ട്സ്, അവിടെ നിന്നെല്ലാം നമ്മൾ കയറി വന്ന് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടോ. എവിടെ എത്തി അതിലൂടെ ഇങ്ങനെ കയറി പോകണം. അവിടെയെല്ലാം ഗ്ലേഷ്യർ കാണുന്നു കേട്ടോ, ഗ്ലേഷ്യർ ഇതുവഴി ഇങ്ങനെ കയറി അങ്ങ് പോകണം. ഏകദേശം 1 മണിക്കൂർ കൊടുക്കുന്നുണ്ട്. ലുംബു ഗ്ലേഷ്യർ നമ്മൾ ഇത്ര അടുത്ത് കാണാം കേട്ടോ. ഇവിടുന്ന് ഫുള്ള് ലാൻഡ് സ്ലൈഡ് സംഭവിച്ചാണ്. ഭയങ്കര അതിൻ്റെ മേലെ കൂടിയാണ് നമ്മൾ ട്രെക്ക് ചെയ്ത് പോകുന്നത്. വെരി ഡേഞ്ചറാണ്. അതൊക്കെ JCB ഇട്ട് മറിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഫൈനലി നമ്മളങ്ങനെ ഗൊരഷേപ്പിൽ എത്തിയിട്ടോ. ഇവിടെയുള്ള ഹെലിപ്പാടാണ്, റെസ്ക്യൂ ചെയ്യുന്ന ഈ ആൾക്കാരാ. ഫ്രണ്ട്സ്, ഗൊരഷേപ്പിൽ നമ്മളിവിടെ നമ്മൾ ബാഗെല്ലാം ഇവിടെ റൂം എടുത്താൽ റൂമിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ മെല്ലെ നമ്മൾ EBC എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുക കേട്ടോ. ആ പോകുന്ന ആൾക്കാരൊക്കെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന ആളുകളാണ്. ഇപ്പോൾ ഏതായാലും ഇവിടുന്ന് തിരിച്ചിട്ട് ലംബൂച്ചയിലേക്ക് പോകാൻ കഴിയും തോന്നുന്നില്ല. ഇന്നിവിടെ തങ്ങേണ്ടി വരും. കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് ഫുഡെല്ലാം കഴിച്ചപ്പോൾ ദാൽ ബാത്ത് കഴിച്ചപ്പോൾ കുറച്ച് ഇപ്പോൾ ഒന്ന് ഫിറ്റായി. ഭക്ഷണം കഴിക്കാനായിരിക്കും
രാവിലെ ഒരു പ്ലെയിൻ ഓംപ്ലേറ്റ് കഴിച്ചിട്ടുള്ളൂ. ഇന്നലെ രാത്രിയാണ് ഒന്നും കഴിച്ചില്ല. രാത്രി 2 സൂപ്പ് കഴിച്ചാ, അതുകൊണ്ടായിരിക്കും ക്ഷീണം. ഫ്രണ്ട്സ്, അവിടെ നിന്നല്ല നമ്മൾ കയറി വന്ന്, അവിടെ നിന്നല്ലേ അവന് കയറ്റം കയറി കല്ലും കൊത്തില്ല. ഫുള്ള് ലാൻഡ് സൈഡ് സംഭവിച്ച സ്ഥലം. വഴിയൊന്നും മയ്യാക്കില്ല. അതുവഴി ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് അപ്പോൾ ഇവിടെ എത്തും. അവിടെ നിന്ന് ഇനിയും പോകാനുണ്ട്. എന്താ ദാൽ ഭാത്ത് കഴിച്ചപ്പോൾ ഫിറ്റായി. പിന്നെ മറ്റേ വലിയ ബാഗില്ലല്ലോ, വലിയ ബാഗ് നമ്മൾ റൂമിൽ വെച്ചല്ലേ. ഫുൾ ഗ്ലേഷ്യർ കേട്ടോ ഇവിടെ മൊത്തം. അതിൻ്റെ മേലെ മണ്ണിടിഞ്ഞ് വീണതാ. ഇത് ഇനി പോയാൽ നേരെ താഴത്തോട്ട് പോകും. പിടിച്ച് നിൽക്കാൻ ആഗ്രഹം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇറങ്ങും. ഫ്രണ്ട്സ്, അവിടെ നിന്ന് ഐസ് ഇടിഞ്ഞ് വീഴുക കേട്ടോ. ഫ്രണ്ട്സ്, ഫൈനലി നമ്മൾ EBC എവറസ്റ്റ് ബേസ് ക്യാമ്പ് അല്ലേ എത്താനായിട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിലൂടെ ഇങ്ങനെ പോയി ഇതിലൂടെ പോയി ആ കണ്ണാറ് കുറച്ച് ഗ്ലേഷ്യർ ഉണ്ടോ, അവിടെയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഉള്ളത്. മൗണ്ട് എവറസ്റ്റൊക്കെ പോകുന്ന ആളുകൾ കാലാവസ്ഥയൊക്കെ പൊരുത്തപ്പെടാൻ 1 മാസം വരെ ഇവിടെ താമസിക്കുന്ന പറയുന്നത്. ഗ്ലേഷ്യർ കേട്ടോ. ശരിക്കും ഇതൊന്നും കല്ലും മണ്ണും പാറ മാത്രമല്ല, ഗ്ലേഷ്യറുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുക. അതൊക്കെ ഒരുപാട് കാലം മുന്നേയുള്ള ഗ്ലേഷ്യറാണ്. ആ കാണുന്നില്ലേ, അതെല്ലാം മഞ്ഞ് മലകൾ തന്നെയാണ്. അല്ലേ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പാറേൻ്റെ മുകളിൽ എഴുതിയിട്ട്. ഇതിൻ്റെ മുകളിൽ കഴിഞ്ഞിട്ടാണ് ആളുകൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുക. ഇതിൻ്റെ മുകളിൽ എന്നിട്ടൊരു ഫോട്ടോ. ഇവിടെ വേറെ വെൽക്കം ടു എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് 5364 മീറ്റർ ആട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഒന്ന് ടെൻസിങ്ങും മറ്റേത് ഹില്ലാരിയും. ആ ഒരു ഫോട്ടോ വെച്ചിട്ട് വെൽക്കം ടു എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് 5364 മീറ്റർ. ഹായ്. Finally. ആ ഗ്ലേഷ്യറിൻ്റെ ഉള്ളിലാണ് മൗണ്ട് എവറസ്റ്റിലേക്ക് പോകുന്ന ആളുകളുടെ ബേസ് ക്യാമ്പ്. ഓരോ സംഭവം കാണിച്ചു തരണേ. ഇതുണ്ടോ, ഐസിൻ്റെ മുകളിലാണ് ഈ പാറക്കല്ല് നിൽക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് മൊത്തം ഗ്ലേഷ്യറാണ്. മുകളിലാണ്, ഗ്ലേഷ്യറിൻ്റെ മുകളിലാണ് ഈ കല്ലും മണ്ണും ഒക്കെ നിൽക്കുന്നത്. ഇതുണ്ടല്ലേ അവിടെ വലിയ ഇത് കണ്ടില്ലേ, ആ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ പോവുകയും ചെയ്യുന്നത്. തിരിച്ച് വലിയ അപകടം പിടിച്ച സംഭവമാണ്. വലിയൊരു പാറ നിൽക്കുന്നുണ്ടോ, ആ സൈഡിൽ കൂടെ ഒന്ന് പോകുന്നത്.
ബൈ ബൈ. എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുതേ.